എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഞായറാഴ്ചയായിട്ട് പതിവ് പരിപാടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ കഞ്ഞി എടുപ്പത്തിട്ട് കഞ്ഞി വേവാറായിട്ടുണ്ട്. ഇനി നമ്മളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളിന്ന് പാലപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം കുറേ ദിവസമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഇന്ന് പതിവ് പോലെ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മളിന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാനായിട്ട്, പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിനകത്തോട്ട് ഞാൻ സവോളയും ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ്. മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേണ്ട കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇനി സവോളയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.25 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വാങ്ങിക്കുന്ന മീറ്റ് മസാലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ഞാനൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് എല്ലാം കൈക്കണക്കാണ് ഇടുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. കാരണം ഒരു ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 3-4 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം. നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ സവോളയും നന്നായിട്ട് വെന്ത് വരണം. അതുപോലെ ഒന്ന് കുക്കറിനകത്ത് വിസിലടുപ്പിച്ചെടുക്കുക. ഇപ്പം ഞാൻ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെയിറ്റിട്ട് ഒരു 4 വിസിലടുപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുവാണേ. ഇപ്പം തന്നെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ചീനച്ചട്ടിയിലോട്ട് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുക്കർ വലുതായതുകൊണ്ട് അതിനകത്തുനിന്ന് ഞാൻ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ഇളക്കാനും എടുക്കാനുള്ള സൗകര്യത്തിന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ഒരു 4 പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേണ്ട മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നീളത്തിൽ മുറിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പം മുട്ടയ്ക്കകത്തൊക്കെ നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം തേണ്ട നമ്മൾ മുട്ടക്കറി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയൊക്കെ മുട്ടയിലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിനി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം തേങ്ങയുടെ ആ കറുപ്പും കൂടെ ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് അടിവശത്ത് ഈ കറുപ്പ് കാണുന്നത്. അപ്പം ഞാൻ ഒരുമിച്ച് പിഴിഞ്ഞ കൂട്ടത്തിൽ അതങ്ങ് ആയിപ്പോയതാണ്. അപ്പോഴത്തേന് തേണ്ട അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി തിളയ്ക്കേണ്ട. നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി തിളപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. ഇനി ഇത് ഓഫാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ വേണ്ട പാലപ്പവും കൂടെ ഞാൻ അതുപോലെ തന്നെ അന്നേരം തന്നെ മുട്ടക്കറി റെഡിയായ പുറകെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുക, കാസറോളിനകത്ത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ചൂടോടെ കൂടി ഇരുന്നോളുമല്ലോ എന്ന് വിചാരിച്ച് ഞാനതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പാലപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇതാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പാലപ്പത്തിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ തേണ്ട നമ്മുടെ പാലപ്പവും ഞാൻ മുഴുവൻ ഉണ്ടാക്കിയെടുത്ത് അതിന് ശേഷം രാവിലെ തന്നെ ഇന്ന് പണിയെല്ലാം തീർത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ല പിന്നെ ഇങ്ങനെ ഞായറാഴ്ചയാണെന്നും പറഞ്ഞ് ഇങ്ങനെ ആടി തൂങ്ങിയിരുന്നു കഴിഞ്ഞാൽ പണിയും തീരത്തില്ല. പിന്നെ ഞാൻ തലേദിവസം തന്നെ ബീഫ് നമ്മുടെ മസാലപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 സവോളയും ഒരു 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ നേരത്തെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടാണ് നമ്മുടെ ബീഫ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ ഒരു സ്റ്റൂ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ അത് മാറ്റിയിട്ടാണ് മുട്ടക്കറി പാലപ്പത്തിന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഞാൻ അതിനകത്തൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സവോളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം പിന്നെ നമുക്കിതിലേക്ക് മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മീറ്റ് മസാലപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 1.25 കിലോളം ബീഫിൻ്റെ കണക്കാണ് പറഞ്ഞത് കേട്ടോ, പൊടികളൊക്കെ ചേർത്ത്. പിന്നെ നമ്മളിതിലേക്ക് മീറ്റ് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ബീഫാണ്. ഒരു 4 വിസിലടിപ്പിച്ചപ്പോൾ തന്നെ ബീഫ് വെന്ത് കിട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചൊരു റോസ്റ്റിൻ്റെ പരുവം അല്ലെങ്കിൽ ഒലത്തുന്ന പരുവത്തിൽ രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ഡ്രൈ ആയി പോകുന്ന ചേട്ടന് ഇഷ്ടമില്ല. അതുകൊണ്ട് കുറച്ചൊരു റോസ്റ്റ് പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ തേണ്ട നമ്മുടെ ബീഫ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു മോരുകറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ബീഫിന് കൂടെ ഒരു മോരുകറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടുപ്പത്തുനിന്ന് തീയൊക്കെ കുറച്ച് വെച്ച് ബീഫ് അവിടെ വെച്ചതിന് ശേഷം തേണ്ട നമ്മൾ മോരുകറിക്കുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങയും തൈരും കൂടെ ഞാൻ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഉലുവയും കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒത്തിരി തിളച്ച് പോകരുത്. തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിഞ്ഞ് പോകും. ചൂടാക്കിയില്ലെങ്കിൽ നമ്മുടെ കറി പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ തേണ്ടേ നമ്മളുടെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തൈരും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മോരുകറി റെഡിയാവും. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. മോരുകറി റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മുടെ ബീഫും സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ, അടിയെ പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ബീഫ് റോസ്റ്റ്. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റും റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റുമാണ് ഇത്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ബീഫ് മേടിക്കുമ്പോൾ കുറച്ചെങ്കിലും കൊഴുപ്പ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഉപ്പും എരിവും കുരുമുളകിൻ്റെ ടേസ്റ്റും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ കറികൾ മോരും ബീഫും അതുപോലെ തന്നെ മീൻകറിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള അതേണ്ട മീൻകറിയാണ് ഇത്. നമ്മുടെ നന്മീൻ കിങ് ഫിഷിൻ്റെ കറിയാണ്. അതും ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.